നമസ്കാരം. പറഞ്ഞാലും തീരാത്ത കഥയാണ് കെ എം മാണിയുടേത്. അത് ബാർക്കോഴയുടെ രൂപത്തിൽ പെയ്തിറങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായല്ലോ. മാണിക്കെതിരായ കോഴക്കേസ് ഒത്തുതീർക്കാൻ വിടില്ല എന്ന് വിജിലൻസ് കോടതി പ്രഖ്യാപിച്ചിരിക്കുകയുമാണ്. അതിൽ നിന്നും മാണിയെ രക്ഷപ്പെടുത്താൻ ഹൈക്കോടതി വഴിയൊന്ന് കയറി നോക്കിയ ചെന്നിത്തലയുടെ വിജിലൻസിന് ആവശ്യത്തിന് പണി കിട്ടി. മാണിയുടെ കാര്യത്തിൽ എന്താണിത്ര വെപ്രാളമെന്ന് കോടതി ചോദിച്ചു. മാണിക്കുണ്ടോ കുലുക്കം? ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നതാണ് നിലപാട്. ഇന്നൊരു പണിയും കിട്ടല്ലേ തമ്പ്രാനെ. സ്റ്റേ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഹൈക്കോടതിയെ വിജിലൻസ് സമീപിച്ചത്. അതിന്റെ ഉദ്ദേശം ഈ തുടരന്വേഷണം അട്ടിമറിക്കാനാണ്. എന്നാൽ ഹൈക്കോടതി സ്റ്റേ കൊടുക്കാൻ തയ്യാറാവാത്തത് ഗവൺമെന്റിന്റെ നീക്കത്തിനേറ്റ ഒരു തിരിച്ചടിയാണ്. മന്ത്രി കൈക്കൂലി ചോദിച്ചു എന്നതിന് തെളിവില്ല എന്നതാണ് വിജിലൻസ് ഡയറക്ടർ ഉന്നയിച്ചിരുന്ന ഒരു പ്രശ്നം. അതിന് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്, അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ബാർ ഉടമസ്ഥന്മാർ പണവുമായി മന്ത്രിയുടെ വീട്ടിലേക്ക് പോയത് എന്ന പ്രസക്തമായ ചോദ്യം ഇന്ന് കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. എനിക്കിന്നും ഭ്രാന്തന്മാരെയൊന്നും പണി കിട്ടി. തുടർ അന്വേഷണം നടത്തണം എന്ന വിജിലൻസ് കോടതിയുടെ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ പേരിൽ ധനകാര്യമന്ത്രി കെ എം മാണി രാജിവെക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. എൻ്റെ കയ്യിൽ പണവുമില്ല, എൻ്റെ കയ്യിൽ കാറില്ല, എൻ്റെ കയ്യിൽ ബൈക്കില്ല, എൻ്റെ കയ്യിൽ പണവുമില്ല. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി കൈക്കൂലി ചോദിച്ചു, കൈക്കൂലി വാങ്ങി ഒരു വ്യക്തിയിൽ നിന്ന് എന്നതിന്റെ പേരിൽ തെളിവ് ലഭിച്ച ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആരുമില്ല ലോകത്ത്, ആരുമില്ല നേരത്ത്, ആരുമില്ലാതെ ഞാൻ നടന്നു. ഹൈക്കോടതിയിൽ പോയാൽ സ്റ്റേ കിട്ടും, അങ്ങനെ സ്റ്റേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മന്ത്രിസ്ഥാനം തുടരാം എന്ന ഉമ്മൻചാണ്ടിയുടെ കുരുട്ട് ബുദ്ധിയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഇടയാക്കിയത്. പാട്ടുപാടാനറിയാതെ, ആട്ടമാടാനറിയാതെ, ഒന്നും അറിയാതെ പൊട്ടനായിരുന്നു ഞാൻ. ബാർക്കോഴയെക്കുറിച്ച് ഇനി ലേഖനം എഴുതുമ്പോൾ തോമസ് ഉണ്ണിയാടന് ഗൂഢാലോചനാ കൂട്ടത്തിൽ ഹൈക്കോടതിയെ കൂടി പെടുത്താൻ ഒരു കാരണമായി. എന്തായാലും ശനിയാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ വിധിയും വരുന്നതോടെ മാണിയുടെ കാര്യത്തിലൊരു തീരുമാനമാകും. അതിനായി കാത്തിരുന്നേ പറ്റൂ. അതിനു മുമ്പ് ബീഹാറിലെ പൂജയും മലപ്പുറത്തെ വോട്ടിംഗ് മെഷീനും കൊച്ചിയിലെ വിവാദങ്ങളും എല്ലാം കാണാം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പശുവും പോത്തും തുടങ്ങി അസഹിഷ്ണുതയുടെ പുത്തൻ അധ്യായത്തിൽ എത്തി നിൽക്കുന്ന BJP പർവ്വത്തിന് ബീഹാർ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുമോ എന്നതാണ് ചോദ്യം. എന്തായാലും മോദി ഫാൻസ് പൂജയും മന്ത്രവാദവും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പെട്ടി പൊട്ടിക്കുമ്പോൾ മോദിയുടെ ഉയർത്തെഴുന്നേൽപ്പ് അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മോദിയാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പരിവാർ മഹാസഖ്യത്തെ പേടിയോടെ കാണുകയുമാണ്. അതുകൊണ്ട് നിതീഷിനെ വേരോടെ പിഴുതെറിയേണ്ടത് മോദിക്ക് അനിവാര്യവുമാണ്. എന്റെ കൈയും കാലും വിറക്കണ്ട. എന്തിനാ പേടിക്കണേ? ഞാനില്ലേ ഇവിടെ? ഒരു 10-15 പേരെ നേരിടാൻ എന്റെ ഈ ബോഡി ധാരാളം മതി. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഇത്രയും നാളും കാത്തിരുന്ന ആ ദിവസം എത്തിയില്ലെന്ന് ഓർത്തിട്ടാ. അത്രേ ഉള്ളോ? അനന്തനെയല്ല, അവന്റെ അപ്പൂപ്പനെ ഈ പ്രേമദാസൻ പിടിക്കും. അപ്പൂപ്പനെ കിട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് വേണ്ടത് അവനെയാണ്, അവനെ. ओम ह्रीं क्लीं ओम वट स्वाहा। ആള് ചില്ലറയല്ല, ഇത്തിരി കട്ടിയുള്ളതാ. വാരുധിസ്മിതേ വാഹനം അരീജ തുങ്കം വരാഹവിഹിരോ ശുക്ലപക്ഷാന്തളം.
നന്ദി 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 ബാലു നന്ദി ഞാൻ പോകുന്നു ഏത് പ്രതിസന്ധിയിലും മോദി ഉയർക്കും എന്നതാണ് ആരാധകരുടെ എക്കാലത്തെയും പ്രതീക്ഷ. അതുപോലെ ഇത്തവണയും സംഭവിക്കാനാണ് അവരുടെ പ്രാർത്ഥനയും. ബീഹാറിലെ സ്ഥിതി അങ്ങനെ തുടരുമ്പോഴാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായ സംഭവം കത്തിപ്പടരുന്നത്. അട്ടിമറിയാണെന്നും അല്ല എന്നും UDF-ൽ തന്നെ അഭിപ്രായമുണ്ട്. ഉദാഹരണത്തിന് പോലീസും ചെന്നിത്തലയും അട്ടിമറിയല്ല എന്ന് പറയുമ്പോൾ എന്തോ പന്തികേട് മണക്കുന്നു എന്നതാണ് VM സുധീറിന്റെ നിലപാട്. എന്തായാലും മലപ്പുറം ജില്ലാ കളക്ടർ T ഭാസ്കരനെ തന്നെ നോട്ടമിട്ടിരിക്കുകയാണത്രേ ചിലരൊക്കെ. ഇന്നലെ മലപ്പുറത്തും തൃശ്ശൂരും വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് വന്ന തകരാറുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തും എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരു ഭീകരാവസ്ഥയൊന്നും ഇല്ലെന്ന് IG പ്രത്യേകം പറയാൻ പറഞ്ഞു. ഏതവസ്ഥയും ഞങ്ങൾക്കൊരുപോലെയാണെന്ന് അദ്ദേഹം അറിഞ്ഞു കാണില്ല. പക്ഷെ നമ്മളത് ഇതിനു മുമ്പും പരിശോധിച്ചതാണ്, കാൻഡിഡേറ്റ്സ് ചെയ്തതാണ്, സ്ഥാനാർത്ഥികളുടെ നമ്മൾ അവരുടെ മുമ്പാകെ അതൊക്കെ സെറ്റ് ചെയ്തതാണ്. അതിനുശേഷം ഇന്നലെ നമ്മൾ കൊടുക്കുമ്പോഴും പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ഒന്ന് ചെയ്യായിരുന്നല്ലോ, അവിടെയാണ് അതിൻ്റെ കാര്യം. അത് എന്താണെന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇതാവുമ്പോൾ തന്നെ അവിടെ നിർത്തിവെച്ച് റീപോളിംഗ് നടത്താൻ ഓർഡർ ഇടാവുന്നതായിരുന്നു. അത് കലക്ടറാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷന്. കലക്ടർ റിപ്പോർട്ടില്ലാതെ ഇലക്ഷൻ കമ്മീഷന് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഹാൻഡ്സം. നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, പക്ഷേ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇയാളെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയാണ് സാർ. കളക്ടർ എന്തു പറഞ്ഞാലും സുധീരൻ ഉറച്ച നിലപാടിലാണ്. ഉടൻ ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കണമത്രേ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറും സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ അസ്വാഭാവികത കണ്ടെത്തിയിരുന്നു. മലപ്പുറത്തെ സംബന്ധിച്ച് ഇത്തരം ഈ രീതിയിൽ വ്യാപകമായ ഒരു സ്വഭാവം കാണിച്ചതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ട്. അടികിട്ടി, ഇടികിട്ടി, തൊഴി കിട്ടി, പിടിച്ചു കെട്ടി പോരാൻ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് എല്ലാം തന്നെ നമ്മുടെ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും കേരളത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിൽ മലപ്പുറത്ത് ഉപയോഗിച്ച മെഷീൻസും അതേ രീതിയിലുള്ള മെഷീൻസ്, അതിൽ കുറേ പോളിംഗ് ബൂത്തുകളെ സംബന്ധിച്ച് ഈ രീതിയിലുള്ളൊരു അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അത് പ്രസ് എററാണ് അത് എന്നുള്ള രീതിയിലാണ് അതിൽ ഡിഫക്റ്റ് നോട്ട് ചെയ്തത്. അടികിട്ടി, ഇടികിട്ടി, തൊഴി കിട്ടി, പിടിച്ചു കെട്ടി പോരാൻ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ, പ്രസ് എറർ എന്ന് പറയുമ്പോൾ ബാലറ്റ് യൂണിറ്റിൽ വരുന്ന ഒരു വോട്ട് ചെയ്യാൻ പ്രസ് ചെയ്യുമ്പോഴുള്ള എറർ കാണിക്കുന്നതാണ്. കളക്ടറുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് മാത്രം ഉറപ്പു പറയാം. എന്തായാലും നടപടിയുടെ കാര്യത്തിൽ ആര്യാടൻ മുഹമ്മദും വിട്ടുവീഴ്ചയ്ക്കില്ല. ആര്യാടൻ ലീഗിനോട് യുദ്ധം ചെയ്ത് പ്രസ്റ്റീജ് സൗഹൃദ മത്സരങ്ങൾ നടത്തുന്ന ജില്ലയല്ലേ. അവിടെ ഇങ്ങനെ കൈചിഹ്നത്തിൽ കുത്തിയാൽ താമരയ്ക്ക് വോട്ട് വീഴുന്ന ഏർപ്പാട് സംഭവിച്ചാൽ ആരാണ് അട്ടിമറി സംശയിക്കാത്തത്? വളരെ ഗുരുതരമായൊരു സ്ഥിതിയാണ്. നമ്മളെ ഡെമോക്രസിക്ക് തന്നെ വലിയ ഒരു ആപത്തായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതായത് മോക്ക് പോളിംഗ് നടത്തി 7 മണിക്ക്, അതിൽ തന്നെ ഡിഫക്ട്സ് ആയിരുന്നു. ഒരു സ്ഥലത്ത് ചുങ്കത്തറ പഞ്ചായത്ത്, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ചുങ്കത്തറ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ 2-ാമത്തെ ബൂത്ത്, ആ ബൂത്തിൽ കൈപ്പത്തിക്ക് അമർത്തിയപ്പം വന്നത് താമര. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിളിലെ നിങ്ങളല്ലേ ആഫീസർ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ? ഇതിന്റെ പിടി പോയല്ല.
ഭഗവാൻ കമ്പി അങ്ങോട്ട് പിടിച്ചാലേ ഇങ്ങോട്ട് പിടിക്കി തുണി കയറിക്കോട്ടെ, കുഴപ്പമില്ല. എന്തോന്നാ ഇത്? ഞങ്ങള് കുട നന്നാക്കാൻ നടക്കുന്ന 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് നമ്മള് കുട നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോക്ക് പോളിംഗ് തന്നെ. പിന്നെ അവർ ആ മെഷീൻ അപ്പം തന്നെ മാറ്റി. അതുകൊണ്ട് അവിടെ പിന്നെ ആ അപകടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു, ഇത് മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണോ അട്ടിമറിയാണോ എന്നൊരു അന്വേഷണത്തിൽ കൂടി തെളിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നുകിൽ ആ പിശാചിന്റെ പേരറിയണം, അല്ലെങ്കിൽ അവൻ ഏത് ഏറിയല്ല താമസിക്കുന്നതെന്ന് അറിയണം. ഇതൊന്നുമില്ലാതെ കഷണ്ടി ഉണ്ട് കുഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ? പക്ഷിശാസ്ത്രക്കാരുടെ വേഷത്തിൽ നടന്ന എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാര് നേരിട്ട് ഹാജരാവുമെന്ന് നീ അല്ലടാ പറഞ്ഞത്. ഏതായാലും നിന്റെ കുടനന്നാക്കൽ പരിപാടി പോലെ മാറിയില്ല. അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പനപ്പന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവർ നേരത്തെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതാണ്. 1 മാസമായിട്ട് ടെസ്റ്റ് ചെയ്ത മെഷീനാണ്. എന്നിട്ട് ഇല്ലാത്തൊരു ഡിഫക്റ്റ് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ബാലറ്റ് മെഷീനാണ് യൂണിറ്റിലാണ് ഏറ്റവും തകരാറ് കണ്ടത്. ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ പുല്ല് പോലെ കണ്ടുപിടിച്ചേനെ. ഒരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ട് നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ, ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചോളാം. ആയിക്കോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ സാങ്കേതിക വിദഗ്ധരുൾപ്പെട്ട ഒരു ടീമിനെ, ഒരു സംവിധാനത്തെ ഈ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. എന്ത് സംഭവിച്ചു എന്നുള്ളത്, അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആര്യാടനെയും സുധീരൻ തൻ്റെ ഗ്രൂപ്പിൽ ചേർത്തു എന്ന് വേണം കരുതാൻ. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മലപ്പുറത്തെ വീഴ്ച ഒരു വീഴ്ചയായി കരുതുന്നേയില്ല. സ്വന്തം മണ്ണൊലിച്ചു പോകുമ്പോൾ ആര്യാടനും സഹിക്കുമോ? യഥാർത്ഥത്തിൽ ആര്യാടൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സൗഹൃദ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലാണത്രേ മെഷീൻ തകരാറും റീപോളിംഗുമെല്ലാം ഉണ്ടായത്. അതിൽ വല്ല വാസ്തവവും ഉണ്ടോ? കോൺഗ്രസും ലീഗും നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളിലാണ് ഉണ്ടായത്. അത് ശരിയല്ല. കാരണം അതൊട്ടും തന്നെ ശരിയല്ല. കാരണം എൻ്റെ നിയോജക മണ്ഡലത്തിൽ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണുള്ളത് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. അതിൽ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് ഞങ്ങൾ സൗഹൃദ മത്സരം. ബാക്കി 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും UDF ആയി കോൺഗ്രസും ലീഗും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. ഒരു പഞ്ചായത്ത് മൂത്തേടെന്ന് പറയുന്ന പഞ്ചായത്തിൽ മാത്രമാണ് സൗഹൃദ മത്സരം. അവിടെ മാർക്സിസ്റ്റ് ലീഗുകാരും ഞങ്ങളും നേരിട്ട് മത്സരിക്കുകയാണ്. പിന്നെ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വേറെയും മത്സരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാ സീറ്റിലും കോൺഗ്രസ് ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം. അവിടെ കണ്ടത്, അവിടെയാണ് താരതമ്യേന കുഴപ്പം കുറവ്. അവിടെ റീപോളിംഗ് ഇല്ല. ആര്യാടന്റെ വിശ്വാസം ആര്യാടനെ രക്ഷിക്കട്ടെ. എന്തായാലും ഉമ്മൻചാണ്ടിക്ക് തെരഞ്ഞെടുപ്പ് തകരാറുകളെ കുറിച്ചൊന്നും ആലോചിക്കാൻ നേരമേയില്ല. മാണിയെ രക്ഷിക്കണമല്ലോ. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് കൊച്ചി വിശേഷം. പൊതു ചർച്ച തുടങ്ങിയത് ഒട്ടും ഉചിതമായില്ല. കായലിനരികെ, കൊച്ചി കായലിനരികെ കൊടികൾ പറത്തി കുതിച്ചു പൊങ്ങിയ കമ്പനികൾ.